പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ഫൈറ്റർ വിമാനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളാണ്. റഷ്യയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ Su-57E അത് വാങ്ങാൻ ഇന്ത്യ ആലോചന നടത്തുന്നു. ഈ വിമാനത്തിന്റെ ഒരു പ്രത്യേകതകൾക്കൊപ്പം അതിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനും ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുവാനും റഷ്യ ഓഫർ നൽകുന്നു. അതിനൊരു ലൈസൻസ് വേണമെങ്കിൽ നൽകാം എന്നൊക്കെയാണ് ഓഫറുകൾ എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം അവസാനം റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുമെന്നും നരേന്ദ്രമോദിയുമായും ഇന്ത്യൻ ഗവൺമെന്റുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുമെന്നും ആ ഒരു കൂടിക്കാഴ്ചയിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു മാധ്യമം കുറച്ച് ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു 2-3 ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മാധ്യമ വാർത്തകളാണ്. ഇന്ത്യൻ നാഷണൽ മീഡിയകളിലും ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊക്കെ ഉൾപ്പെടെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. ഈ വാർത്ത അല്ലാതെ ആദ്യമേ പറയട്ടെ, ഇതൊരു ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായി അംഗീകരിച്ചതോ അല്ല ഡിക്ലെയർ ചെയ്ത ഒരു വാർത്തയോ ഒരു രഹസ്യ സ്വഭാവമുള്ള വാർത്തയോ ഒന്നുമല്ല. ഇത് മാധ്യമങ്ങളുടെ വാർത്തയാണ്. അത് എത്ര ശതമാനം ശരിയാണെന്ന് നമുക്ക് അറിയാനും പാടില്ല. പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ആ ഒരു കാരണത്തെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ആദ്യം, അതായത് ഇന്ത്യൻ ഡിഫൻസ് സെക്രട്ടറി RK സിംഗ്, രാജേഷ് കുമാർ സിംഗ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയുണ്ടായി. സ്റ്റേറ്റ്മെന്റ് മറ്റൊന്നുമല്ല, നമ്മൾക്ക് ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ അത്യാവശ്യം ഉണ്ട്. അടുത്ത് തന്നെ വേഗം എമർജൻസി ആയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഒഫീഷ്യലായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ മാധ്യമങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആലോചിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം എന്ന് ആലോചിക്കുമ്പോൾ പാകിസ്ഥാനും ചൈനയും ഒഴികെ വേറെ ഏതു രാജ്യവുമാകാം. അപ്പോൾ ചൈനയുടെ അടുത്ത് 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടെന്ന് പറയുന്നു. J-16 എന്തോ മറ്റോ ആണ്. പക്ഷെ പാകിസ്ഥാന്റെ അടുത്തില്ല. പിന്നെ ചിന്തിക്കുന്നത് റഷ്യയും അമേരിക്കയുമാണ്. ഇതിനകത്ത് അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ F-35 കാര്യം പറയണ്ടല്ലോ. അവർ ബ്രിട്ടന് കൊടുത്ത ഒരു വിമാനം കുറച്ച് നാളുകളായി നമ്മുടെ തിരുവനന്തപുരം സിവിലിയൻ എയർപോർട്ടിൽ കിടക്കുകയും പിന്നീട് അത് നമ്മുടെ തന്നെ ഹാങ്ങറിലേക്ക്, എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുകയും ചെയ്യുന്ന വാർത്തകൾ. അതൊരു കോമഡി പീസ് ആയിട്ടാണ് പല വാർത്തകളിൽ നിറയുന്നത്. അതുകൊണ്ട് അതും ഇന്ത്യൻ ഗവൺമെന്റ് വാങ്ങാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, ബാംഗ്ലൂർ എയർ ഷോവുമായി ബന്ധപ്പെട്ട് ട്രംപ് അടക്കമുള്ളവർ ഇന്ത്യക്ക് F-35 കൊടുക്കാമെന്ന് ഓഫർ നൽകിയിരുന്നെങ്കിലും ഇന്ത്യക്ക് താല്പര്യം Su-57, റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57E ആണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ത്യക്ക് താല്പര്യം ഇതാണെന്ന് മനസ്സിലാക്കാം. നമ്മൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനെ കൂട്ടി വായിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തതിനെ പറ്റി നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇന്ത്യ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ കണക്ക് കൂട്ടിയാൽ അതൊരു തെറ്റല്ല. കാരണം അത് തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട്. കുറെ നാളുകളായി ഇന്ത്യ ഒരു 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുവാനുള്ള ചർച്ചയിലുമാണ്. അതായത് F-35 ഇന്ത്യ റിജക്ട് ചെയ്തു പല ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ന്യൂസ് വന്നിരുന്നു. അപ്പോൾ തീർച്ചയായും റഷ്യയുടെ Su-57E വിമാനമാണ് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ആദ്യം ഡിഫൻസ് സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആദ്യം നമ്മളുടെ തദ്ദേശീയമായ ഒരു സ്റ്റെൽത്ത് വിമാനം നിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതിയായ AMCA, അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ഒരു നിർമ്മാണമൊക്കെ നടക്കുകയാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി നിർമ്മാണം തീരുവാൻ ഏകദേശം ഒരു 7 മുതൽ 10 വർഷം വരെ, അതായത് 2033 2035 വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. തൽക്കാലം മാധ്യമ റിപ്പോർട്ടുകളോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ സ്ക്വാഡൻ, അതായത് ഇന്ത്യക്ക് ഏകദേശം ചൈനയുമായും പാകിസ്ഥാനുമായുള്ള ഒരേ സമയമുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഭാവിയിൽ അതിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് മുന്നിൽ കണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. യുദ്ധമൊന്നും ഒരിക്കലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പ്രതിരോധമായി നാം പലതും കാണേണ്ടതുണ്ട്. അഡ്വാൻസ്ഡായി നാം വന്നിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്ക്വാഡൻ ഇത് വിപുലീകരിക്കണമെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതായും എയർഫോഴ്സ് അതിനുള്ള ഇത് ഇന്ത്യൻ ഗവൺമെന്റിന് മുന്നിൽ സമർപ്പിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. അതനുസരിച്ചാണ് പെട്ടെന്ന് ഇന്ത്യ ഒരു 5ാം തലമുറ യുദ്ധവിമാനം വാങ്ങുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അത് Su-57E ആയിരിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം, സാങ്കേതിക വിദ്യ നമുക്ക് കൈമാറ്റം ചെയ്താലും നിർമ്മിക്കാനുള്ള ലൈസൻസ് നൽകിയാൽ നമുക്കത് ഇവിടെ വെച്ച് തന്നെ നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് തദ്ദേശീയ മിസൈലുകളും മറ്റും ഇതിനകത്ത് ഘടിപ്പിക്കാനുള്ള പരീക്ഷണം, പിന്നെ അത് മാത്രമല്ല ഫുൾ സ്ക്വാഡ് അത് നിർമ്മിക്കാനുള്ള ആവശ്യമായ എല്ലാ മാൻസ് പവറൊക്കെ അവർ നൽകാമെന്നാണ് ഓഫറുകൾ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളെല്ലാം ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും, അത് ഉപയോഗിക്കാൻ കഴിയും, അതിന്റെ പരീക്ഷണങ്ങൾ കഴിയുമെന്നൊക്കെയാണ് പറയുന്നത്.
ഏതായാലും ഇന്ത്യയെ എക്കാലത്തും സഹായിച്ചിട്ടുള്ള സുഹൃത്ത് രാജ്യമാണ് റഷ്യ. ഒരിക്കലും റഷ്യയുടെ പല ഘട്ടങ്ങളുണ്ടായിട്ട്, അതായത് റഷ്യ യുക്രൈൻ വാറിനിടെ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതായത് ഒരു യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പല ആളുകളും പല രാജ്യങ്ങളും റഷ്യയെ ബാൻ ചെയ്തപ്പോഴും അല്ലെങ്കിൽ വിലക്കേർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ അവരിൽ നിന്ന് ഓയിൽ വാങ്ങാൻ തയ്യാറായി. അത് മാത്രമല്ല, പല സംഘർഷങ്ങളും നടക്കുമ്പോഴും ഇന്ത്യ റഷ്യയെ എതിർത്തോ റഷ്യ ഇന്ത്യയെ എതിർത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇതേവരെ ഇറക്കിയിട്ടില്ല. കാരണം നമ്മൾ തമ്മിലുള്ള പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സൗഹൃദം തന്നെയാണ് അതിന് പിന്നിലെ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ശരിയുമെന്ന് തോന്നുന്നു. അപ്പോൾ വ്ളാഡിമിർ പുടിൻ ഒരുപാട് നാൾക്ക് ശേഷം ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു. ഈ വർഷം അവസാനം സന്ദർശനം ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഇതൊരു സമ്മാനമായി Su-57 ഈ ഇന്ത്യക്ക് തരുമോ, ഇന്ത്യയുമായിട്ടുള്ള തരാൻ അവർ റെഡിയാണ്. ആ ഒരു കരാർ ഒപ്പിടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത് അവസ്ഥയാണ്. ഈ ഒരു വിമാനം കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് എക്സ്പെർട്ടുകളുടെ വിലയിരുത്തൽ. ഏതായാലും ഈ ഒരു സമ്മാനമായി അല്ലെങ്കിൽ ഇന്ത്യ ഈ ഒരു ഓഫർ സ്വീകരിക്കുമോ നിരസിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഒഫീഷ്യലായി ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു ഒഫീഷ്യലായ ഒരു ഡിക്ലറേഷൻ ഒക്കെ വരാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നുള്ളൂ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ 4 നേരം വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ പറയുകയാണ് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പോൾ എനിക്ക് പറയുന്ന സമകാലീന വാർത്തകൾ, ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അതേപോലെ അങ്ങനെയുള്ള റീസെന്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. മോശം കമന്റുകളായി വരരുത്, നല്ല ആരോഗ്യകരമായ കമന്റുകൾ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല, ഇതെന്റെ ഒരു ശ്രമം മാത്രമാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു ടെക്നിക്കലി അഡ്വാൻസ്ഡ് ഭയങ്കര ഒരു എക്സ്പെർട്ട് ഒന്നുമല്ല. എൻ്റെ ഒരു ശ്രമങ്ങളിലൂടെ മികച്ചതായി ഭാവിയിലേക്ക് മികച്ചതായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ നിങ്ങൾ കുറ്റം പറയുന്നവർക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക നിങ്ങൾ, അല്ലാതെ കമന്റ് ബോക്സിൽ ഒന്ന് മോശമായി ഒന്നും പ്രതികരിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ ബൈ.